OSCE with Bimel എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഞാൻ CBT കുറിച്ച് പറയാൻ പോകുന്നത്. അതായത് UK NMCയുടെ ടെസ്റ്റ് ഓഫ് കോമ്പറ്റൻസിൻ്റെ അകത്തുള്ള പാർട്ട് എക്ക് എക്സാമിനേഷനുണ്ട്, പാർട്ട് ബി എക്സാമിനേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പാർട്ട് എക്സാമിനേഷൻ എന്ന് പറയുന്ന പേര് CBT തിയറി എക്സാമിനേഷൻ. അതിൻ്റെ അകത്ത് തന്നെ രണ്ട് പാർട്ടുണ്ട്, അതായത് ന്യൂമറിക്കൽസ് ആൻഡ് ക്ലിനിക്കൽസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കൽസ്. എൻ്റെ അടുത്ത് ഒത്തിരി കുട്ടികൾ ക്ലിനിക്കൽസ് തോറ്റിട്ട് വരുന്നുണ്ട്. അവർക്ക് ന്യൂമറിക്കൽസ് കിട്ടി, നഴ്സിംഗ് കാൽക്കുലേഷൻ അവർ ഓക്കെയാണ്, പക്ഷേ അവർക്ക് ക്ലിനിക്കൽസ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഈ ക്ലിനിക്കൽസ് പെർഫോം ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാനൊന്ന് വെറുതെ ഒരു അനലൈസ് ചെയ്തു. കുറേ കുട്ടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ കുറേ പേരെ പഠിപ്പിക്കുന്നുണ്ട്, കുറേ പേരെ പഠിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ക്ലിനിക്കൽസ് മാത്രം ഞാൻ പിള്ളേരെ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് CBT പഠിപ്പിക്കുന്നുണ്ട്. CBTയിൽ ഞാനൊരു 400-500 സ്റ്റുഡൻസിനെ പാസ്സാക്കി വിട്ടിട്ടുണ്ട്. 99% കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ 99% സ്റ്റുഡൻസിനെ എനിക്ക് പാസ്സാക്കാൻ പറ്റും. ഞാൻ ബേസിക്കലി UK ഐറിഷ് സിസ്റ്റത്തിലുണ്ടായിരുന്ന ഒരു നേഴ്സാണ്, ഒരു നേഴ്സ് മാനേജറാണ്. ഞാൻ അവരുടെ preceptor ആയിരുന്നു, ഞാൻ അവരുടെ മെൻറ്ററാണ്. അതുപോലെ നേഴ്സ് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലുണ്ട്, ഡിസിപ്ലിനറി കമ്മിറ്റിയിലുണ്ട്, മാനേജ്മെൻറ്റ് ടീമിലുണ്ട്, കോവിഡ് കൺട്രോൾ ടീമിലുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 17 ഇയേഴ്സ് ഞാൻ UK ഐറിഷിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ 2021 ഞാൻ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തത്. ഇപ്പോൾ ഞാൻ OSCE ആണ് ഞാൻ ബേസിക്കലി ചെയ്യുന്നത്. അതായത് UK OSCE ഉണ്ട്, അയർലൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ ഞാൻ ഓസ്ട്രേലിയൻ OSCE ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ OSCE ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏക വ്യക്തി ഞാനാണ്. ഞങ്ങളുടെ കമ്പനിയാണ് ഏക സെൻറ്റർ. അപ്പം CBT ഞാൻ റെഗുലർ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ പ്രോഗ്രാം നൈറ്റിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും CBT പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വളരെ ചെറിയ ബാച്ച് വെച്ചിട്ടാണ് CBT ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ബാച്ചിനെ ചെയ്യുന്നു. ഒരു 5 to 10 സ്റ്റുഡൻസിൻ്റെ അറൗണ്ട് 5 സ്റ്റുഡൻസേ കാണത്തുള്ളൂ ബാച്ചാണ് ചെയ്യുന്നത്. ഞാനൊരു 14 hours CBT ചെയ്യുന്നത്. ക്ലിനിക്കൽസ് ഉണ്ട്, ന്യൂമറിക്കൽസ് ഉണ്ട്, അതുപോലെ തന്നെ 5 domains അവരുടെ ആ റൂൾസ്, നോംസ്, റെഗുലേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് തരുന്ന റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് മാക്സിമം സക്സസ് റേറ്റ് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ലിങ്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്, പ്രാക്ടീസ് ലിങ്ക്. അതുപോലെ തന്നെ റീഡിംഗ് മെറ്റീരിയൽസ് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു പാക്കേജായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാട്സപ്പ് സപ്പോർട്ട്, നിങ്ങൾ എക്സാം പാസ്സാകുന്നവരെ വാട്സപ്പ് സപ്പോർട്ട് തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ക്ലിനിക്കൽസിൻ്റെ അകത്തെ പ്രശ്നമാണ്. ക്ലിനിക്കൽസ് എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രശ്നം. അപ്പോൾ ഈ ക്ലിനിക്കൽസിൻ്റെ പ്രശ്നം, നമ്മൾ സാധാരണ നഴ്സിംഗ് എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നഴ്സിംഗ് മാനേജ്മെൻറ്റ്, മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഡിസീസ് കണ്ടീഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ബേസിലായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഹാർഡ് പ്രോമെട്രിക് ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഗൾഫിലോട്ട് പോകുന്നുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ. അതുപോലെ തന്നെ RN എക്സാമിനേഷൻ. ഇതിൻ്റെ അകത്തെല്ലാം ചോദിക്കുന്നത് ഈ ഇത്തരം കാര്യങ്ങളാണ്. അതായത് ക്ലിനിക്കൽ കണ്ടീഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിസീസ് കണ്ടീഷൻ, ഇപ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്നാൽ എന്നാ ചെയ്യും, അതല്ലെങ്കിൽ അതിൻ്റെ പൾമണറി എംബോളിസം വന്നാൽ എന്നാ ചെയ്യും, അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, നഴ്സിംഗ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ UK അവർ CBTക്ക് അത് ചോദിക്കുന്നത് ഇതൊന്നുമല്ല. കാരണം അവർ പറയുന്നത് UKയുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സിസ്റ്റം, നമ്മൾ അമേരിക്കൻ ബുക്കുകൾ വെച്ചിട്ട് അമേരിക്കൻ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ UKയുടെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫറൻ്റാണ്. നമ്മൾ നഴ്സിംഗുമായിട്ട് അവരുടെ സിസ്റ്റം കുറച്ച് ഡിഫറൻ്റാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് അവരുടെ ഹെൽത്ത് സെക്ടറിലുള്ള റൂൾസ്, നോംസ്, റെഗുലേഷൻസ്, എത്തിക്സ്, പ്രാക്ടീസൊക്കെ ചോദിക്കുന്നത്. അതായത് UKയിൽ അവർ ചെയ്യേണ്ട ചില നോംസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പോളിസി, അതുപോലെ അവരുടെ തന്നെ റൂൾസ്, ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് ആക്ട്, അതല്ലെങ്കിൽ അവരുടെ തന്നെ ചാപ്രോണിങ് പോളിസി, അതുപോലെ തന്നെ അവരുടെ കോഡ് ഓഫ് കോണ്ടക്ട്സ്, അതുപോലെ തന്നെ അവരുടെ ഇപ്പം നമ്മുടെ ഫേസ് ഗൈഡ് ലൈൻസ്, അങ്ങനെ അവരുടെ തന്നെ കുറേ കാര്യങ്ങൾ അവർ ചോദിക്കുന്നു. നിയമങ്ങളും നൂലാമാലകളും ഒക്കെ ചോദിക്കുന്നു. അത് നമ്മുടെ കുട്ടികൾക്കൊന്നും അറിയില്ല. മാത്രമല്ല ഒരു പ്രാവശ്യം കേട്ടാൽ അത് മനസ്സിലാകണമെന്നുമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ പൊതുവേ ഇത്തരം ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ക്വസ്റ്റിൻ്റെ അകത്തുണ്ട്. 100 ക്വസ്റ്റിൻ്റെ അകത്ത് ചോദിക്കുന്ന 80% ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. 20% ക്വസ്റ്റ്യൻസ്, 20ഓളം ക്വസ്റ്റ്യൻസ്, അതിന് ലെസ് ദാൻ 10 to 20 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ മെമ്മറൈസേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. അതൊരു ഡിഫിക്കൽറ്റി. 2, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ്റെ അതൊരു സനാരിയോ എന്നുണ്ട്, സനാരിയോയ്ക്കകത്ത് ആൻസർ പിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആൻസർ പിക്ക് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ബെസ്റ്റ് ആൻസർ അവിടെ ആണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അതായത് കറക്റ്റ് ആൻസർ അവിടെ കാണത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു നോർമലായിട്ടുള്ള ഒരു പേഷ്യൻ്റെ ബ്ലഡ് ഷുഗർ നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആ വാല്യൂ പറയുക. അപ്പോൾ 4 to 7 millimoles ആണ് നമ്മുടെ UKയുടെ വാല്യൂ. നമ്മൾ 4 to 7 millimoles അവിടെ തപ്പിച്ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ 4 ചോയ്സിനകത്ത് 4 to 7 millimoles കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്നാ എടുക്കും, 4 to 7 millimoles ചേർന്ന് നിൽക്കുന്ന ഒരു ആൻസർ നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അതായത് അവൈലബിൾ ആയിട്ടുള്ള ചോയ്സിൽ കറക്റ്റ് ആൻസറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചോയ്സാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പോളിസിയോ ഗൈഡ് ലൈനോ വെച്ചിട്ട് എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നു, ഒരു സോഷ്യൽ മീഡിയ
പോളിസി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഒരു പേഷ്യൻ്റ് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു. അപ്പം നമ്മൾ പേഷ്യൻറ്റിന് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർക്കേണ്ട പോകുന്നതാണ് അവിടുത്തെ പോളിസി. നമ്മൾ ഓർക്കേണ്ടത് അവിടുത്തെ പോളിസി എന്താണ്? അതായത് സോഷ്യൽ മീഡിയ പോളിസി പ്രകാരം നമുക്ക് പേഷ്യൻറ്റിനെ ആയിട്ടോ അല്ലെങ്കിൽ കറണ്ട് പേഷ്യൻറ്റുമായിട്ടോ ഓൾഡ് പേഷ്യൻറ്റുമായിട്ടോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പേഷ്യൻറ്റിനെ ഈ ഫ്രണ്ട്ഷിപ്പ് റിഫ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 4 ചോയ്സിൽ ഏത് ചോയ്സാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്നത്, ആ ചോയ്സാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വേറൊരു സേഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇത് വളരെ നോൺസെൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയാം, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് ഒരാൾ പാലത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ആ പേഷ്യൻ്റ് തൊട്ടടുത്ത് നിൽക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പേഷ്യൻറ്റിനെ കയറി പിടിച്ച് വലിച്ച് താഴെ ഇറക്കാൻ നമ്മൾ സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UK പോളിസി പ്രകാരം അത് റോങ്ങാണ്. UK പോളിസി പ്രകാരം നിങ്ങൾക്ക് 3 സേഫ്റ്റി നോക്കണം. അതായത് പേഷ്യൻ്റ് സേഫ്റ്റി, സറൗണ്ടിങ് സേഫ്റ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ സേഫ്റ്റി. അപ്പോൾ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ 3 കമ്പോണൻറ്റാണ്. നിങ്ങളുടെ സേഫ്റ്റി ഉണ്ട്, പേഷ്യൻ്റ് സേഫ്റ്റി ഉണ്ട്, അതുപോലെ സറൗണ്ടിങ് സേഫ്റ്റി ഉണ്ട്. ഇവിടെ പേഷ്യൻറ്റ് ചാകാൻ പോകും, അവൻ്റെ കാര്യം പോക്കാം, അവൻ്റെ സേഫ്റ്റി പോയിരിക്കുക. ഓക്കെ. ഇനി രണ്ടാമത് സറൗണ്ടിങ് സേഫ്റ്റിക്ക് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങൾ ഈ പേഷ്യൻറ്റിനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യും? അവൻ നിങ്ങളെ വലിച്ചോണ്ട് ആറ്റിലോട്ട് ചാടിയിരിക്കും. അതോട് നിങ്ങളുടെ കാര്യം പോക്കാവും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ആൻസർ പിക്ക് ചെയ്യുമ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത് ആ പേഷ്യൻറ്റിനെ പിടിക്കുന്നുള്ള ചോയ്സ് നമ്മൾ ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ഇന്ത്യൻ സെനാരിയോയിൽ ചിന്തിക്കുന്നത് നമ്മൾ പേഷ്യൻറ്റിനെ പിടിച്ചെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളത്, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. അവരുടെ അങ്ങനെയല്ല. നിങ്ങൾ കോമ്പിറ്റൻ്റ് ആണോ, നിങ്ങൾ എക്സ്പെർട്ട് ആണോ, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ മാത്രമേ നിങ്ങൾ ആ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യാവുള്ളൂ എന്നാണ് അവിടുത്തെ പോളിസി. അതായത് പേഷ്യൻ്റ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്. നമുക്ക് അങ്ങനെ സംഭവം ഇല്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ചിന്തിക്കുമ്പോൾ പേഷ്യൻ്റ് സേഫ്റ്റി ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എമർജൻസി ടീമിനെയാണ് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? വേണേൽ പേഷ്യൻറ്റിനെ ഡിസ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് ചോയ്സിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് നമ്മൾ പിക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിരിക്കേണ്ട പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പേഷ്യൻറ്റിനെ പിടിക്കാൻ പോകുന്നില്ല. കാരണം പേഷ്യൻ്റ് സേഫ്റ്റി നമ്മുടെ സേഫ്റ്റി പ്രശ്നമാകും. അതുകൊണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ള ചോയ്സിൽ എമർജൻസി ടീമിനെ വിളിക്കുക. അപ്പോൾ എമർജൻസി ടീം എന്ന് വെച്ചാൽ ഇത്ര സിറ്റുവേഷൻ അവർ മാനേജ് ചെയ്യാൻ അവർ ട്രെയിൻഡാണ്. അവർ മാനേജ് ചെയ്തോളും. അവരുടെ സേഫ്റ്റി ഒരു മാനേജ് ചെയ്തോളും. അവർക്ക് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ട്, അവർ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, അവർ ചെയ്തോളും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് നമ്മളുടെ പിള്ളേർ തോറ്റു പോകാനായിട്ടുള്ളൊരു കമ്പോണൻറ്റ് ഞാൻ കണ്ടിരിക്കുന്നത്, അതായത് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അത് വരുന്നുണ്ട്. ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പെർസെൻറ്റേജ് പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാക്ട്ലി ക്ലിനിക്കൽ ക്വസ്റ്റ്യൻ്റെ ഒരു പാസ് പെർസെൻറ്റേജ് ഇല്ല. ഓരോ എക്സാം കഴിയുമ്പോഴും അവരെ ഒരു ബോർഡ് ഡിസൈഡ് ചെയ്യുവാണ് എത്ര പെർസെൻറ്റേജ് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാസ് പെർസെൻറ്റേജ് ഒക്കെ 80%, 90% ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് താത്ത് കൊണ്ടുവന്നിട്ട് 64, 68, 70% ഒക്കെ മാസമായിട്ടുള്ള ആൾക്കാർക്കെല്ലാം മാർക്ക് പാസ്സാകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ ടൈമാണ്. നമ്മുടെ കുട്ടികൾക്ക് അത് പാസ്സായിട്ട് അവിടെ എത്താൻ പറ്റുന്ന ഒരു ബെറ്റർ ടൈമാണ്. പക്ഷേ അതിൻ്റെ ഒരു അതർ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 20 ക്വസ്റ്റ്യൻ, അതായത് ഈ 100 ക്വസ്റ്റ്യനകത്ത് 20 ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ എന്നാൽ ക്രിട്ടിക്കലായിട്ടിരിക്കുന്നതിന് എവിടെ ഇരിക്കുന്നത്? ക്രിട്ടിക്കലായിട്ട് ഇല്ലെന്ന് പോലും വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് സേഫ്റ്റി അഡ്രസ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സനാരിക്കകത്ത് പേഷ്യൻ്റ് സേഫ്റ്റി അഡ്രസ്സ്, ഇപ്പോൾ ഞാൻ ടിപ്പിക്കലായിട്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ ഒരു ബിസി വാർഡിൽ നിങ്ങളുടെ ഫ്രണ്ട് ഒരു മെഡിസിൻ ലോഡ് ചെയ്തിട്ട് നിങ്ങളെ തരുന്നു, പോയി അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ പേഷ്യൻ്റ് സേഫ്റ്റി ഇപ്പോൾ ഇവിടെ അഫക്റ്റ് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ലോഡ് ചെയ്ത സാധനം വേറെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ റൂൾ പ്രകാരം അത് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അത്തരം സംഭവത്തിൽ നമ്മൾ റിഫ്യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് അവിടുത്തെ പോയിൻറ്റ്. അപ്പോൾ അത്തരം 20 ക്വസ്റ്റ്യൻസ് ഈ 100 ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻ്റെ അകത്ത് 18 മാർക്ക് മേടിക്കണം. അതായത് 18 മാർക്ക് മേടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ എക്സാം സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജനറലി 70% ആണെങ്കിലും ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ഇതുപോലെ ഇത്രയും മാർക്ക് മേടിക്കണം. അതായത് 20ൻ്റെ അകത്ത് 18 ക്വസ്റ്റ്യൻ മേടിക്കണം, 18 പാസ് മേടിക്കണം. അതാണ് വേറൊരു ഡിഫിക്കൽട്ടി. അപ്പം സ്റ്റുഡൻസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, സ്റ്റുഡൻസ് മജോറിറ്റിയും പോകുന്നത് അല്ല അവർക്ക് ഈ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ ട്രെയിനിങ്ങിൻ്റെ അകത്ത് ഞാൻ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പേഷ്യൻറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ UK ഐറിഷിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നേഴ്സ് മാനേജറാണ്. ഞാൻ ഒരു നേഴ്സ് മാനേജറായിരുന്നു നിയർലി 17 years. അപ്പോൾ ഞങ്ങൾ ഈ റൂളും ലോയും പ്രാക്ടീസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് റൂൾസ് അറിയാം, എനിക്ക് നോംസ് അറിയാം, എനിക്ക് പ്രാക്ടീസ് അറിയാം. അതുപോലെ എനിക്കിത് ഇതിനകത്ത് വളരെ എൻ്റെ പല കുട്ടികളും പറഞ്ഞു, സാറ് നല്ല എക്സാമ്പിൾസ് പറയുന്നതാണ്. അതായത് അവിടുത്തെ ക്ലിനിക്കൽ എക്സാമ്പിൾസ് പറയുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിൻ്റെ അത് പലതും ഒത്തിരി ഡ്രൈ ആയി ടോപ്പിക്ക്, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാതെ തലയിൽ കയറത്തില്ല. അപ്പോൾ നല്ല ക്ലിനിക്കൽ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവർക്കത് മനസ്സിലാകും. കാരണം ഞാൻ അവിടെ വർഷങ്ങളായിട്ട് ക്ലിനിക്ക് വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പേഷ്യൻ്റ് ഒരു സിറ്റുവേഷൻ ഞാൻ പറയുക, അതായത് പേഷ്യൻറ്റിൻ്റെ ആങ്സൈറ്റി നമ്മളെങ്ങനെ അഡ്രസ്സ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പേഷ്യൻ്റെ പേര് പറയാം, ഷീല മക്മാനസ്. അപ്പോൾ ഷീല മക്മാനസിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരു രാവിലെ ഒരു പേഷ്യൻ്റ് 10 മണിക്കത്തെ മെഡിസിനുമായിട്ട് ചെല്ലുക. അപ്പോൾ ഷീല പറയുക, ഞാൻ ഒത്തിരി വറീഡാണ്, എൻ്റെ ഗ്രാൻഡ് സൺ ഈസ് ഗോയിങ് ഫോർ ഇൻ്റർവ്യൂ, എൻ്റെ ഗ്രാൻഡ് സൺ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പോകുന്നതുകൊണ്ട് വെദർ ഹീസ് ഗോയിങ് ടു മേക്ക് ഇറ്റ് ഓർ നോട്ട്, അവനിത് കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ ആകെ വറീഡാണ് എന്നാണ് നമ്മുടെ ഈ ഷീലയുടെ കൺസേൺ. അപ്പോൾ നമ്മൾ 10 മണിക്കത്തെ മെഡിസിനുമായിട്ട് വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ആ വറിയൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്, നീ ആദ്യം ഗുളിക കഴിക്കുക, ഗുളിക വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പല കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യുമെന്ന്.
അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ലെറ്റ് പ്രേ ഫോർ ദ ഗോഡ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, നിൻ്റെ കൊച്ചിന് ഇൻ്റർവ്യൂവിനെ കിട്ടണം വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നാണ് ഞാൻ എന്നിട്ട് പറഞ്ഞിട്ട് പറയും ഞാൻ ടാബ്ലറ്റ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. പക്ഷേ അവിടുത്തെ സെനാരിയോയിൽ ടാബ്ലറ്റ് അല്ല വെരി ഇമ്പോർട്ടൻറ്റ്, ഇവൻ്റെ ആങ്സൈറ്റി മാനേജ് ചെയ്യുക അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനോട് ഇതിൻ്റെ ആൻസൈറ്റി മാറ്റണമെങ്കിൽ ഷീലയുടെ കൊച്ചുമോൻ ഇൻ്റർവ്യൂ കിട്ടുമല്ലെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ കിട്ടണോ ഇല്ലെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഫോൺ എടുത്തിട്ട് കൊച്ചുമോനെ വിളിക്കണം, കൊച്ചുമോനെ നിനക്ക് ഇൻ്റർവ്യൂ കിട്ടിയോ ഇല്ലെന്ന് അന്വേഷിച്ച് നോക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഷീല എടുത്തെന്ന് പറയുന്നു, ഷീല നിൻ്റെ കൊച്ചുമോന് കിട്ടിയെങ്കിൽ ഓക്കെ ഗ്രാൻഡ് സക്സസ്, കൺഗ്രാജുലേഷൻസ്. ഇനി കിട്ടിയില്ലെങ്കിൽ സോറി ഫോർ ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഷീലയോട് പറഞ്ഞാൽ ഷീലയുടെ ആങ്സൈറ്റി മാറി. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്, ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളൊരു ബെഡ് സൈഡ് നേഴ്സാണ്. അപ്പം അവിടുത്തെ പോളിസി പ്രകാരം വെന്നെവർ ദർ ഈസ് എ നീഡ് അറൈസസ് യു ഹാവ് ടു ഇൻവോൾവ് അലേ ടീം മെമ്പേഴ്സ് നമ്മൾ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്നാ നമ്മൾ ഷീലയോട് പറയണം, ഷീല ഞാൻ എൻ്റെ ആക്ടിവിറ്റി കോർഡിനേറ്ററെയോ അതല്ലെങ്കിൽ സോഷ്യൽ വർക്കറെയോ എൻ്റെ ക്ലിനിക്കൽ നഴ്സ് മാനേജറെയോ ഞാൻ പറയാം, അവൾ ഇതിൻ്റെ കൊച്ചുമോനുമായിട്ട് സംസാരിച്ചിട്ട് ഷീ വിൽ കം ബാക്ക് വിത്ത് ആൻ ആൻസർ ഇൻ അനദർ 20 minutes അല്ലെ 30 minutes അല്ലെ ഹാഫ് ആൻ അവർ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഷീലയുടെ ആൻസൈറ്റി മാനേജ് ചെയ്തോ, അതാണ് UK സെനാരിയോയിൽ അവർ പ്രതീക്ഷിക്കുന്നത്. അല്ല നമ്മുടെ സെനാരിയോയിൽ നമ്മൾ ടാബ്ലറ്റാണ് ഇമ്പോർട്ടൻറ്റ്, ഇവിടെ ഇത് നമ്മൾ മാനേജ് ചെയ്യണം. ഇതത് പറഞ്ഞ് മാനേജ് ചെയ്തതിന് ശേഷം നമുക്ക് എന്നാ ഈ ടാബ്ലറ്റ് കൊടുത്ത് പേഷ്യൻറ്റ് ഹാപ്പി ആയിട്ട് പോരാ. അപ്പോൾ അതാണ് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആ രീതിയിലാണ് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അത് പക്ഷേ ഇവിടുത്തെ CBT ട്രെയിനേഴ്സിനോ ഇത് മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു വലിയ ഐഡിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പല CBT ട്രെയിനിങ് സെൻറ്ററിലും ട്രെയിൻ ചെയ്ത് തോറ്റിട്ട് തിരിച്ചു വന്ന ടീംസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻസൊക്കെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് UK പറ്റി ഒരു അറിവുമില്ല, UK ഹെൽത്ത് സിസ്റ്റത്തെക്കുറിച്ച് അറിവില്ല, UK എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. അവർ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ അവർ CBT എങ്ങനെ തട്ടിമുട്ടി ജയിച്ചു. അങ്ങനെ CBT നമുക്ക് എന്ന് വേണം കയ്യാലപ്പുറത്ത് തേങ്ങ കിട്ടുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കുറേ എഴുതി കഴിഞ്ഞാൽ കുറപ്പം കിട്ടിയെന്നിരിക്കും, അത് കറക്കി കുത്തി കിട്ടുന്നതാണ്. അങ്ങനെ ജയിച്ചു, പിന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് ജയിച്ചു. അവർ തന്നെ ട്രെയിനറാകുന്നു. അവർക്ക് ഇതിനെപ്പറ്റി ഒരു കോർഡിനേഷൻ ചെയ്യാനോ അവർക്ക് ഒരു ക്ലിനിക്കൽ എക്സാമ്പിൾ പറയാനോ UK ബാക്ക്ഗ്രൗണ്ടിലോ ഒന്നും പറയാണ്ട് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ളതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ഇതാണ് മറ്റൊരു പിള്ളേർ തോക്കാനുള്ള വേറൊരു റീസൺ. പിന്നെ വേറൊരു റീസൺ ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽറ്റി. അപ്പോൾ നമ്മൾ എന്നൊക്കെ ട്രെയിൻ ചെയ്താലും നമുക്ക് സംഭവിക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് കറക്കി കുത്തേണ്ടി വരും. അപ്പോൾ ഈ കറക്കി കുത്തേണ്ട ക്വസ്റ്റ്യൻ എക്സാമ്പിൾ നമ്മൾ എത്രയൊക്കെ ആൻസർ ചെയ്താലും നമുക്കൊരു 10-20 ക്വസ്റ്റ്യൻ കറക്കി കുത്താൻ വരും. കാരണം ഒരു ഐഡിയ ഇല്ല, ഒരു കൺസെപ്റ്റും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ കറക്കി കുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ഉണ്ട്. അതായത് ഇത് ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയതിന് ശേഷം ഒരു ചോയ്സും ഇല്ലാത്ത, അതായത് ഒരു ചാൻസും ഇല്ലാത്ത നോൺസെൻസ് ആയിട്ടുള്ള 2 ചോയ്സ് കാണാം. ആ ചോയ്സ് ആദ്യം ഒഴിവാക്കിയിട്ട് ബാക്കി 2 എടുത്ത് കറക്കി കുത്തിയ 50% ചാൻസ് കിട്ടും. അത് ചുമ്മാ കറക്കി കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25% ചാൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കറക്കി കുത്തണമെന്നുണ്ടെങ്കിൽ നോൺസെൻസ് ആയിട്ടുള്ള 2 ചോയ്സ് ഒഴിവാക്കുക, എന്നിട്ട് ബാക്കി 2 എടുത്തിട്ട് കറക്കി കുത്തുകയാണെങ്കിൽ 50% ചാൻസ് കിട്ടും. അതാണ് കുറച്ചുകൂടി അപ്രീഷിയബിൾ. കാരണം നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്കില്ല, നമുക്ക് കറക്കി കുത്തുന്നതിന് കുഴപ്പമില്ല. എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യും. ഞാൻ സ്റ്റുഡൻസിനോടെല്ലാം പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തോ കുഴപ്പമില്ല, നിങ്ങൾ തെറ്റ് വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ആൻസർ ചെയ്തോ. നിങ്ങൾ നോൺസെൻസ് ആയിട്ടുള്ള ആൻസർ മാറ്റിയതിന് ശേഷം നിങ്ങൾ കറക്കി കുത്തുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ സാധാരണ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് പലപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. UK സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ UK ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ അറിയാം. ഈ വെള്ളക്കാരൻ്റെ ക്വസ്റ്റ്യൻ വെച്ചാൽ അവർ ഫ്രെയിം ചെയ്യുന്ന വേറൊരു രീതിയിൽ, നമ്മൾ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾ ഞാൻ ഒരു പേഷ്യനോട് ചോദിക്കുകയാണ്. പേഷ്യൻ്റെ ഒരു ഹെഡ് ആൻഡ് ഹൈ അപ്പ് വെച്ചിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ഒരു ബ്രത്ത്ലെസ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പേഷ്യൻ്റ് ഹൈ അപ്പ് ആക്കി. അപ്പോൾ പേഷ്യനോട് ചോദിക്കുക ഡു യു വാണ്ട് ടു ഗോ ബാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് പറയും ഐ ഡു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താ മനസ്സിലാക്കുന്നത്? ഡു യു വാണ്ട് ഗോ ബാക്ക് എന്ന് ചോദിച്ചാൽ എങ്ങോട്ട് പോകാനായിട്ട്? വല്ലയിടത്തും സ്ഥലം വിട്ട് പോകാനാണോ, അല്ല വേറെ വല്ല സ്ഥലത്തും പോകാനാണോ? അല്ല, ഗോ ബാക്ക് എന്ന് വെച്ചാൽ നിനക്ക് ഹെഡ് താക്കണോ എന്നുള്ളതിൻ്റെ ഒരു ഫ്രേസാണ് അവിടെ. ഓക്കെ, ഐ ഡു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എനിക്കത് വേണം. ഓക്കെ, അല്ലെങ്കിൽ ഐ വിഷ് എന്ന് പറയും. ഇതൊക്കെ അവിടുത്തെ ഓരോരോ രീതികളാണ്. അപ്പോൾ ഇത്തരം രീതികളൊക്കെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കി എടുക്കാനുള്ള ഡിഫിക്കൽറ്റി ഞാൻ പല കുട്ടികളിലും കണ്ടിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അത് മനസ്സിലാക്കാത്തവർക്ക് 1, 2, 3 പ്രാവശ്യം വായിച്ച് നോക്കുക. അതുപോലെ ചോയ്സും വായിച്ച് നോക്കുക. ചോയ്സ് ചിലപ്പോൾ ഒരു സ്റ്റോറി ബോർഡ് പോലെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചിലപ്പോൾ സ്റ്റോറി ബോർഡ് പോലെയൊക്കെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കി എടുക്കാനുള്ള ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ആൻസർ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി വരുന്നത്. ഓക്കെ, അതാണ് മറ്റൊരു കാരണം. പിന്നെ അവരുടെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ കുട്ടികൾ കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് അവർക്ക് ഞാൻ പറഞ്ഞു അതായത് ഇപ്പം എക്സാമ്പിൾ സൈക്യാട്രിക് അകത്തുനിന്ന്, അതല്ലെങ്കിൽ പീഡിയാട്രിക്സിനകത്ത്, മറ്റേണിറ്റിക്ക് അകത്തുനിന്ന്, റിസർച്ചിൻ്റെ അകത്തുനിന്നൊക്കെ ഓരോ ക്വസ്റ്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്ര എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ പഠിച്ചതാണെങ്കിൽ അറിയാമെങ്കിൽ പഠിക്കുക. അല്ല അതിനുവേണ്ടി 2 ആഴ്ചത്തിന് വേണ്ടി റിസർച്ച് പഠിക്കാനും അതുപോലെ നഴ്സിംഗ് തിയറീസ് നമ്മുടെ വെർജീനിയ ഹണ്ടേഴ്സിൻ്റെയും കാലിസ്റ്റാർ റോയിയുടെയൊക്കെ തിയറിയൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വല്ലപ്പോഴൊക്കെ വന്നെന്നിരിക്കും. ഇനി അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇത് പഠിക്കാൻ പോകുന്നത് വെറും വേസ്റ്റാണ്. അതൊക്കെ ചുമ്മാ
സമയം കളയാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ നമുക്കത് എഫേർട്ട് എടുക്കാം. ആ സമയം പല ട്രെയിനേഴ്സും അവരോട് ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. സൈക്യാട്രിലും പീഡിയാട്രിക്സും കമ്മ്യൂണിറ്റിയിലൊക്കെ അതൊക്കെ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നെന്നിരിക്കും. വന്നെങ്കിൽ വന്നു, വന്നില്ലെങ്കിൽ വന്നു. പണ്ട് നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ വന്താ വന്ന് പോയാൽ പോയെന്ന് പറഞ്ഞ പോലെ അത് വന്നെങ്കിൽ വന്നു, അല്ലാതെ അതിനകത്ത് വേറെ ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കുന്ന ഒരു കാര്യമില്ല. ഇപ്പം ഞാനതുപോലെ തന്നെ പല സ്റ്റുഡൻസിനോട് പറയാം നഴ്സിംഗ് തിയറീസ് അവർ ഉപയോഗിക്കുന്ന നഴ്സിംഗ് തിയറി വെച്ചാൽ റോപ്പർ ലോഗാൻ ടെർണി മോഡൽ അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ റോപ്പർ ലോഗാൻ ടെർണി മോഡലിൻ്റെ ഡീപ്പ് ഇൻസൈഡിലൊന്നും പോയി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും അവർ ചോദിക്കത്തില്ല. എന്താണെന്ന് അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ആ റോപ്പർ ലോഗാൻ ടെർണി മോഡലിൻ്റെ അറിയാൻ പറ്റത്തില്ലെങ്കിൽ വിട്ടേക്ക്. ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ഇന്ന് വിട്ടേക്ക്. അറിയാവുന്ന മാത്രം ചെയ്യുക. നമുക്ക് വേണ്ടത് എത്രയാണ്? നമുക്കൊരു 70-80% കിട്ടിയാൽ മതി. ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് പാസ്സാകാൻ പറ്റും. അതാണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ ഡിഫിക്കൽട്ടി, വായിച്ച് മനസ്സിലാക്കാനുള്ള ഡിഫിക്കൽട്ടി. അത് ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവരുടെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഒരു എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഒരു ഹാൻഡ് ഓൺ എക്സ്പീരിയൻസിൻ്റെ കുറവ് പല കുട്ടികൾക്കും കാണുന്നുണ്ട്. അപ്പോൾ ഇത്ര ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് നിങ്ങൾ അവിടെ പ്രാക്ടീസിലേക്ക് പോയിട്ട് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ അവർ കുറച്ചുകൂടെ നമുക്കത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മുടെ CBT ഒരു ക്ലിനിക്കൽ സൈഡിൽ എനിക്ക് ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. ക്ലിനിക്കൽ തോറ്റുപോയി, പക്ഷേ ന്യൂമറിക്കൽ ജയിച്ചു. അവർക്ക് ഇനി ഒരു ചാൻസ് കൂടി എഴുതാൻ പറ്റത്തില്ല, അവരാകെ വറീഡാണ്, അവർ അപ്സെറ്റാണെന്നൊക്കെ പറഞ്ഞ് പലരുടെ ഹസ്ബൻഡ്സൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ന്യൂമറിക്കൽസും ജയിച്ചു, ക്ലിനിക്കൽസ് കിട്ടിയില്ലെങ്കിൽ ക്ലിനിക്കൽസ് മാത്രമായിട്ട് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാം, പ്രശ്നമില്ല. ഞാൻ അതിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ക്ലിനിക്കൽസ് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് 99% നിങ്ങൾക്ക് സക്സസ് റേറ്റ് ഞാൻ ഗ്യാരണ്ടി ചെയ്ത് തരാം. അതായത് അവിടുത്തെ നോംസും റൂൾസും സെനാരിയോസും ഒക്കെ അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ നഴ്സ് മാനേജറാണ് ഞാൻ. ബേസിക്കലി ഓസ്കി ട്രെയിനറാണ്. UK, ഐറിഷ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓസ്കി ചെയ്യുന്നുണ്ട്. ഞാൻ 17 years അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ അറിയാം. ബേസിക്കലി ഞാൻ നേഴ്സാണ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് BS നഴ്സിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് MSc മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് CVTS ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീചിത്രയുടെ കാർഡിയോ തൊറാസിക് നഴ്സിംഗ്, തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാർഡിയോ വാസ്കുലർ തൊറാസിക് നഴ്സിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തതാണ്. ഞാൻ ഇവിടുത്തെ ലീഡിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ RCC ശ്രീചിത്ര പോലത്തെ ലീഡിംഗ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 2006 ഓൺവേർഡ്സ് ഞാൻ ഐറിഷ് സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്നു. അവിടുത്തെ OLHSC ക്രംലിനിൽ ഞാൻ നേഴ്സായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നഴ്സ് മാനേജറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നഴ്സിംഗ് ഹോമിലോട്ട് പോയി. അവിടെ ഞാൻ നഴ്സായിരുന്നു, നഴ്സ് മാനേജറായിരുന്നു. നിയർലി 17 years ഞാൻ ഐറിഷ് UK വർക്ക് ചെയ്ത വ്യക്തിയാണ്. എനിക്ക് അവിടുത്തെ എവറിത്തിങ് എനിക്കറിയാം. ഈ റൂൾസും നോംസും റെഗുലേഷൻസും പ്രാക്ടീസും ഈ കോഡും ഒക്കെ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതൊക്കെ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ 100 എക്സാമ്പിൾസും ഇലിസ്ട്രേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ സോഴ്സസും ഒക്കെ ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞ് ഞാനൊരു 400 സ്റ്റുഡൻസ് 400-500 സ്റ്റുഡൻസിനെ ഞാൻ CBT ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ CBT ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഒരു 2 ആഴ്ചത്തേനാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അടുത്ത ബാച്ച് തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ ബാച്ചിനെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച ആണ് 14 hours-ൻ്റെ CBT ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും CBT ട്രെയിനിങ് പ്രോഗ്രാം ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് പലർക്കും എൻ്റെ കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ഒത്തിരി കുട്ടികൾ എന്നെ വിളിച്ചിരുന്നു. അവർക്ക് CBTയുടെ ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് അവരെന്നെ വിളിക്കുന്നത്, വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങളുടെ സർക്കിൾസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും ഈ CBTയെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്കും ഒരു CBTയുടെ ഒരു റിസോഴ്സ് ഒരു വീഡിയോ ആയിട്ട് അവർക്ക് ഈ വീഡിയോ യൂസ് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ. വേറൊരു വണ്ടർഫുൾ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ താങ്ക്സ്.